ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴന്ന് വരട്ടെ. സവാള നല്ലോണം വഴന്നാലാണ് ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സവാള ഇങ്ങനെ കടിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് സവാള ഒന്ന് നല്ലോണം വഴന്ന് വരാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം, അടി പിടിക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ ചേർക്കാൻ മറന്നുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് നമ്മൾ മറ്റേ സവാള വഴന്ന് വരുന്ന അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ ചെമ്മീൻ വേവിച്ചതാണ്, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ച് മാറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്തായാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.